ഹലോ വ്യൂവേഴ്സ്, അപ്പം നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല നമുക്കറിയാം ഇതിനോടകം തന്നെ ഒരുപാട് പ്രവേശന പരീക്ഷകൾ വിവിധ കോഴ്സുകളിലേക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് അവരുടെ സ്വപ്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും അതിൽ തന്നെ നമ്മുടെ ഈ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്ത് നമ്മുടെ +1 +2 സമയത്ത് ഒരു എൻട്രൻസ് ഓറിയന്റഡ് രീതിയിൽ പഠിച്ച് നിങ്ങളുടെ ഒരു സ്വപ്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് IIT ആയിക്കോട്ടെ, AIIMS ആയിക്കോട്ടെ, ജിമ്മർ ആയിക്കോട്ടെ, NIT ആയിക്കോട്ടെ, ഐസർ ആയിക്കോട്ടെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ സാധ്യമാക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ IIT AIIMS 2026 2 ഇയർ ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് അല്ലേ. ആ ഒരു സ്ക്രീൻ ടെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണുമല്ലോ. അതായത് ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതിയാണ് നമ്മുടെ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് ഈ IIT AIIMS 2026 2 ഇയർ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ് എങ്ങനെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ്, അതായത് മെയിൽ ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് ഒരുപാട് എൻക്വയറീസ് ആണ് ലഭിക്കുന്നത്. സോ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എങ്ങനെയാണ് ഹൗ ടു രജിസ്റ്റർ, നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ നമ്മുടെ brilliantpala.org സൈറ്റിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലേണ്ടത്. സോ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബ്രില്യൻറ്റ് പാല തന്നെ അടിക്കുമ്പം ആ ഒരു സൈറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അതെ, നമുക്ക് ആ ഒരു ബ്രില്യൻറ്റ് പാല ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു brilliantpala.org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ആ ലിങ്കാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു brilliantpala.org ഈ ഒരു സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രില്യൻറ്റ് പാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. അതിന് തൊട്ട് താഴെ തന്നെ ഇവിടെ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസും ഉണ്ട്, അതായത് റിപ്പീറ്റേഴ്സ്, ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ്, ലോങ് ടൈം PSO ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ്, ക്ലാസ് 8 to ക്ലാസ് 12 ട്യൂഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ആവശ്യം IIT AIIMS 2026 2 ഇയർ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. ഫസ്റ്റ് വൺ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു PSO ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ്, ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഈ തൊട്ട് മേളിലായിട്ട് കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പം അതിനകത്ത് തന്നെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ തന്നെ IIT AIIMS എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പം ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു PSO ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. യെസ്, അപ്പം ഇതിനകത്ത് 3-4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ്, BSO 2024, അതുപോലെ തന്നെ IIT AIIMS 2026 സ്ക്രീനിങ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഈ നടുക്കത്തെ IIT AIIMS 2026 സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ. സോ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് IIT AIIMS 2026 സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു വിൻഡോയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 2 ഓപ്ഷനാണ്. ഒന്ന് കോഴ്സ് ബ്രോഷർ, അതെ, ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സ് ബ്രോഷറാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ, രജിസ്റ്റർ. ഈ രജിസ്റ്റർ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ആ രജിസ്റ്ററിന് തൊട്ട് താഴെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ് കംപ്ലീറ്റിംഗ് ക്ലാസ് ഡൺ, അതുപോലെ തന്നെ ഡ്യൂറേഷൻ 2 ഇയർ, അതുപോലെ തന്നെ പ്രോഗ്രാം റെഗുലർ ആൻഡ് ഹൈബ്രിഡ് ബാച്ച്, അഡ്മിഷൻ ടൈം ഒക്ടോബർ ജനുവരി എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റേഴ്സ്, നമ്മുടെ മെയിൻ ഈ ഒരു സെൻറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി, എറണാകുളം, ഏറ്റുമാനൂർ, കൊല്ലം, കാഞ്ഞിരപ്പള്ളി എന്നിറങ്ങി കുറേ സെൻറ്റേഴ്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ഡീറ്റെയിൽസും ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. നമുക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്കാണല്ലോ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ഇത് നേരെ തന്നെ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പം നമ്മൾ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കൊടുത്തപ്പോൾ മറ്റൊരു വിൻഡോയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാം, വെൽക്കം ബാക്ക്, ലോഗിൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്റ്റുഡൻറ്റ് ID നിങ്ങൾക്കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നേരെ പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. സോ ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൈൻ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് വേണ്ടത് ഇവിടെ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ, ഒരു വിൻഡോ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യെസ്, ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്തു, അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് നിങ്ങളുടെ മെയിൽ ID ഇവിടെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോകാൻ സാധ്യത ഇല്ലാത്തൊരു പാസ്വേഡ് എന്തായാലും കൊടുക്കണം. അത് സിമ്പിളായിട്ടുള്ളൊരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക, കാരണം പിന്നീട് അത് മറന്നു പോകല്ല. അത് എല്ലാവരും പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കൺഫേം ചെയ്യുക. നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ, സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, അതായത് നിങ്ങളിപ്പം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഈ ഒരു പ്രോഗ്രാം. സോ നിങ്ങളിപ്പം ക്ലാസ് 10 സ്റ്റഡിങ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. യെസ്, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് ക്രിയേറ്റ് അക്കൗണ്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ്, അപ്പോൾ ഈ ഒരു നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു OTP ഇപ്പോൾ നിങ്ങൾ കാണാം, എൻ്റെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരെ ഈ ഒരു സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ നിങ്ങളുടെ പ്രൊഫൈലിലേക്കാണ് അത് ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പം യെസ്, അപ്പം നമ്മുടെ പ്രൊഫൈലിലേക്കാണ് വന്നിരിക്കുന്നത്. വെൽക്കം, എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു സ്റ്റുഡൻറ്റ് IDയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നോക്കാം, ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് IDയും എനിക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് ID വെച്ചൊരു പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മൈ കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിൽ എൻറോൾ ചെയ്യാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബ്രില്യൻറ്റ് ട്യൂഷൻ ക്ലാസ്സസ്, അതുപോലെ തന്നെ സെക്കൻഡ് വൺ IIT AIIMS 2026 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ്. അപ്പം എൻ്റെ ഈ ഒരു പ്രൊഫൈലിൽ ഇത് രണ്ടും, പിന്നെ തൊട്ട് താഴെ IIT AIIMS 2026 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ദുബായ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പിയാഡ് 2023 2024 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്തായാലും വേണ്ടത് IIT AIIMS 2026 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ദുബായ് സെൻറ്റർ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എൻറോൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ദുബായിലാണ് സെറ്റിൽ ആയിരിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ദുബായ് സെൻറ്റർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു IIT AIIMS 2026 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ദുബായ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ IIT AIIMS ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഞാൻ ദുബായിലല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഓപ്ഷൻ ഞാനിപ്പം സെലക്ട് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറേഷൻ 2 hours ആണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പീരിയഡ് 15 June 2023 to 28 September 2023 വരെയാണ് ആപ്ലിക്കേഷൻ പീരിയഡ്. അതുപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ് വരുന്നത് October 1 ആണ് നമ്മുടെ ടെസ്റ്റ് ഡേറ്റും വരുന്നത്. എൻറോൾ നൗ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. യെസ്, ആ ഒരു എൻറോൾ ക്ലിക്ക് ചെയ്തപ്പോൾ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കാണാം, ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. സെലക്ട് സിറ്റി, സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പം നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സെലക്ട് സിറ്റി, നിങ്ങൾ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിപ്പോൾ കോട്ടയം ജില്ലയാണ്. അപ്പം എന്തായാലും ഞാനിവിടെ കോട്ടയം കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ജില്ലയാണോ, ഇപ്പം കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് കൊടുക്കണം, അല്ലെങ്കിൽ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, അങ്ങനെ നിങ്ങളുടെ സിറ്റി എവിടെയാണോ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എവിടെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ കോട്ടയം സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സെൻറ്റർ. അപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് കോട്ടയത്തെ സെൻറ്റേഴ്സ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. കോട്ടയത്ത് നമുക്ക് ചങ്ങനാശ്ശേരി ഉണ്ട്, കാഞ്ഞിരപ്പള്ളി ഉണ്ട്, മാന്നാനം, പാല, ഇത്രയും സെൻറ്റേഴ്സാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം എനിക്ക് എവിടെയാണോ പറ്റുന്നത്, എനിക്ക് പറ്റുന്ന സെൻറ്റർ ഏതാണോ അത് ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്കിവിടെ പറ്റുന്നത് പാലയാണ്, പാല സെൻറ്ററാണ്. അപ്പോൾ ഞാനിവിടെ പാല സെൻറ്റർ സെലക്ട് ചെയ്യുന്നു. പാല സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം കോട്ടയം സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ പാല സെലക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണത്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് പോയത്. നിങ്ങൾക്കിവിടെ കാണാം രജിസ്റ്റേർഡ് ടെസ്റ്റ്. ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്ത ടെസ്റ്റാണിത്. IIT AIIMS 2026 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ്, റിക്വസ്റ്റഡ് ഡേറ്റ് 27 July, അതായത് ഇന്ന്. അപ്രൂവ്ഡ് ഡേറ്റ് ഇന്ന് തന്നെ എനിക്കിപ്പോൾ അപ്രൂവൽ വന്നു. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഇതുപോലൊരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഞാനിപ്പം റിക്വസ്റ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് അപ്രൂവൽ കിട്ടി. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നത്. നിങ്ങൾക്ക് ഇൻ കേസ് ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് അപ്രൂവൽ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും.
ഓക്കെ, ചില കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ പെട്ടെന്ന് വരണമെന്നില്ല. ഇവിടെ നിന്ന് അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുള്ളൂ. ഇപ്പം ഞാൻ രജിസ്റ്റർ ചെയ്തപ്പം അപ്പോൾ തന്നെ എനിക്ക് അപ്രൂവൽ ഓപ്ഷൻ കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഏത് ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോൺ നമ്പറിലേക്ക് OTP വരും. അതുപോലെ തന്നെ OTP നേരത്തെ വന്നിരുന്നു. അതുപോലെ തന്നെ ഒരു മെസ്സേജും വരും. നിങ്ങൾക്ക് കാണാം, ഡിയർ എൻ്റെ പേര് കൊടുത്തിട്ട് കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സക്സസ്ഫുള്ളി അഡ്മിറ്റഡ് ഫോർ IIT-AIIMS 2026 സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു മെസ്സേജ് നമുക്ക് വരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോണിലേക്കാണ് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്. ഓക്കെ, അത് ഈ ഒരു രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു മെസ്സേജാണിത്. അപ്പം നിങ്ങൾക്ക് കാണാം, ലോഗിൻ ടു യുവർ അക്കൗണ്ട്, അപ്ഡേറ്റ് പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ കോഴ്സ് ഫീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓപ്ഷൻ ആണ് അല്ലേ. എന്തായാലും സ്റ്റാറ്റസ് അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്രൂവ് ആയി കഴിയുമ്പം എന്തായാലും ഇവിടുന്ന് വിളിക്കും. നിങ്ങൾ ഇവിടുന്ന് ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തായാലും പറയുന്നതായിരിക്കും. പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ്, അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റിമൈൻ ദ ഫീ. ഓക്കെ, യെസ്, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ഇവിടെ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് കോഴ്സ് പേയ്മെൻറ്റ്. ഇതെല്ലാം നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ എൻ്റെ പേര് ഓൾറെഡി ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് പേര് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ, ജെൻഡർ. അപ്പം ഈ അപ്ലോഡ് ഫോട്ടോ ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് നേരെ വായിച്ച് നോക്കാവുന്നതാണ്. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ് വേണ്ടത്, നിങ്ങളുടെ ഫോട്ടോ എങ്ങനത്തെ രീതിയിലാണ് ഫോട്ടോ വേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആ ഫോട്ടോയുടെ ഫ്രെയിം സൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫുള്ളി വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദ പാസ്പോർട്ട് ഫോട്ടോ ഇൻ JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം ഈ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 300 KB താഴെ, 300 KB താഴെ ആയിരിക്കണം ഈ ഒരു ഫോട്ടോയുടെ സൈസും വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. നമുക്കത് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം വേണം, ഫുൾ ഫോട്ടോയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം, കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഇത്രയാണ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണ്. യെസ്, അപ്പോൾ എൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ നിങ്ങളോട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് അടുത്ത ഓപ്ഷൻ, അടുത്ത ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അടുത്ത ഓപ്ഷനാണ് കോൺടാക്ട് ഡീറ്റെയിൽസ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അടങ്ങിയ അടുത്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. എന്തായാലും ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. യെസ്, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിലും ഡീറ്റെയിൽസ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞൊരു ബോക്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അവസാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇനി കോഴ്സ് പേയ്മെൻ്റ് ആണ്.
അതായത് ഈ ഒരു കോഴ്സിലേക്കുള്ള ഒരു ഫീ പേയ്മെൻ്റ് ആണ്. നമുക്കിവിടെ 500 രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ ഈ ഒരു ഫീസാണ് ഇവിടെ 500 രൂപ. അപ്പം ഇത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫീയുടെ കാര്യങ്ങളും ആ ഒരു രജിസ്ട്രേഷൻ ചാർജസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് നോക്കാം. പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പേ ഓൺലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഈ ഒരു പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. അത് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പേ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്നതാണ് റീഫണ്ട് പോളിസി രജിസ്ട്രേഷൻ ഫീ ഫോർ സ്ക്രീനിങ് ടെസ്റ്റ് ഈസ് നോൺ റീഫണ്ടബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഐ എഗ്രി കൊടുക്കുക. യെസ്, അപ്പം ഇവിടെ മറ്റൊരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേര്, ഫീ, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID. അപ്പം ഏത് വഴിയാണ് നിങ്ങൾക്ക് UPI വഴിയോ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. സോ UPI വഴിയാണെങ്കിൽ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ കാർഡ് ഏതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാർഡ് വെച്ചോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഗൂഗിൾ പേ കൊടുത്തിട്ട് നിങ്ങളുടെ UPI ID ഓർ മൊബൈൽ നമ്പർ, നിങ്ങളുടെ UPI ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ QR കോഡ് ഉണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. UPI ID ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു പേ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോയി നിങ്ങൾക്ക് ഈ ഒരു 500 രൂപ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, യെസ്, അപ്പം ഇത്രയുമാണ് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം കാണും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം കാണും. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു സംശയമൊക്കെ ക്ലിയർ ആക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു സ്ക്രീൻ ടെസ്റ്റ് രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.